കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടി രണ്ടു നേതാക്കളെ സമരപ്പന്തലിൽ നിന്ന് പോലീസ് അതിനാടകീയമായി അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പോലീസ് നേതാക്കളെ കോടതിയിൽ ഹാജരാക്കുന്നു, അവർക്ക് ജാമ്യം ലഭിക്കുന്നു. ഇപ്പോൾ പോലീസുമായുള്ള ഒരു നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ വിജയം കോൺഗ്രസിനൊപ്പം തന്നെയാണ്. തുടർ പ്രക്ഷോഭം അതിൽ നിന്ന് മാറ്റമില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. എൽദോസ് കുന്നപ്പള്ളിയൊക്കെ ചോദിച്ചൊരു കാര്യമുണ്ട്, ഒരു നോട്ടീസ് തന്നാൽ ഞങ്ങൾ അവിടെ എത്തില്ലേ, എന്തിനാണ് ഈ ബലപ്രയോഗം നടത്തിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാകും കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ പരിപാടി? പ്രതിപക്ഷ നേതാവ് എത്തി, യോഗത്തിനൊക്കെ ശേഷമാണ് ഈ പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നൊക്കെ നേതാക്കൾ പറയുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്? സീതലക്ഷ്മി, നേരിമംഗലത്തിനടുത്ത് കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്ദിര എന്ന 78-കാരി കൊല്ലപ്പെട്ട സംഭവത്തിൻ്റെ പ്രതിഷേധത്തിൽ അതിൻ്റെ ക്ലൈമാക്സും ആൻറ്റി ക്ലൈമാക്സും ഒക്കെയാണ് കഴിഞ്ഞ രാത്രി കാണാനായത്. ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് MLA-മാരായ മാത്യു കുഴൽനാടൻ്റെയും എൽദോസ് കുന്നപ്പള്ളിയുടെയും നേതൃത്വത്തിൽ ഇവിടെ കോതമംഗലം ഗാന്ധി സ്ക്വയറിൽ ഉപവാസ സമരം തുടങ്ങിയത്. കൊല്ലപ്പെട്ട ഇന്ദിരയുടെ കുടുംബത്തിന് പൂർണ്ണമായും നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഉപവാസ സമരത്തിലെ ആവശ്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ ഉപവാസ സമരം നടക്കുന്നതിനിടെ രാത്രി 11 മണിയോടുകൂടിയാണ് ആദ്യം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് 10 മിനിറ്റ് കഴിയുമ്പോഴാണ് മാത്യു കുഴൽനാടൻ MLA-യെ അറസ്റ്റ് ചെയ്യുന്നത്. മാത്യു കുഴൽനാടൻ MLA-യെ തൊട്ടടുത്ത് തന്നെയുള്ള കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. എന്നാൽ മുഹമ്മദ് ഷിയാസിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതുപോലും വ്യക്തമാക്കിയില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. എന്തായിരുന്നാലും 2 മണിയോടുകൂടി ഇരുവരെയും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് ഇരുവർക്കും ജാമ്യം നൽകുകയും ചെയ്തു. ഇന്ന് കേസിൽ വിശദമായ വാദം കേൾക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജാമ്യം ലഭിച്ച മാത്യു കുഴൽനാടൻ നേരെ സമരപന്തലിലേക്കാണ് പോകുന്നത്, നിരാഹാര സമര പന്തലിലേക്കാണ് പോകുന്നത്. അദ്ദേഹം മയങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന എൽദോസ് കുന്നപ്പള്ളിയും ഇന്നലെ വൈകിട്ട് നിരാഹാരം തുടങ്ങിയതാണ്. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതേസമയം മുഹമ്മദ് ഷിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനെയും മറ്റും ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു വലിയ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു വലിയ ഒരു പോലീസ് സംഘം എത്തി ചുരുട്ടിക്കൂട്ടി എന്ന് തന്നെ പറയാം. അത്തരത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. എന്തായിരുന്നാലും ജാമ്യം കിട്ടിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു കാര്യമാണ്. മാത്രവുമല്ല, പോലീസിൻ്റെ നടപടികൾ തെറ്റായിരുന്നു, അതുമൂലമാണ് തങ്ങൾക്ക് ജാമ്യം കിട്ടിയത്. അതുകൊണ്ട് തന്നെ പോലീസ് എടുത്ത നടപടികൾ തെറ്റായിരുന്നു എന്നത് 100% ഉറപ്പായിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. സമരം നിർത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല. മലയോര മേഖല എപ്പോഴും ഭീതിയിൽ കഴിയുന്നു, ഇപ്പോഴും കനത്ത ഭീതിയിൽ തന്നെയാണ്. വലിയ ഒരു ജനകീയ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് സമരവുമായി മുന്നോട്ട് പോകും. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇന്ന് ഇവിടെ എത്തുന്നുണ്ട്. അവരുമൊക്കെയായി കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കും തുടർ സമര പരിപാടികൾ തീരുമാനിക്കുക. കഴിഞ്ഞ രാത്രിയിൽ കനത്ത പ്രതിഷേധമാണ് പലപ്പോഴും പോലീസ് സ്റ്റേഷനിലും മറ്റും ഉണ്ടായത്. ഈ ജനകീയ വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് എൽദോസ് കുന്നപ്പള്ളി ക്ഷീണിതനായി കിടക്കുകയാണ്, എങ്കിലും അദ്ദേഹത്തിലേക്ക് അല്പം ഒന്ന് സംസാരിച്ച് നോക്കാം. ഈ ഉപവാസ സമരം തുടരാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും ഈ സമരം തുടരുകയാണ്. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ മറുപടി കിട്ടിയിട്ടില്ല. ഇന്ന് എന്തെല്ലാം നടപടികളാണ് അവർ കൈക്കൊള്ളാൻ പോവുക എന്നറിഞ്ഞിട്ട് ആണ് സമരം മുന്നോട്ട് പോവുക. അതല്ല, ഈ കർഷകരെ, മലയോര കർഷകരെ, ഈ പാവപ്പെട്ട വനത്തോട് ചേർന്ന് ജീവിക്കുന്ന ആളുകളുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ സമരം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ശക്തമായിട്ട് സമരം മുന്നോട്ട് പോകും. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തും. പ്രതിപക്ഷ നേതാവ് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ട് വിപുലമായ സമ്മേളനം വൈകിട്ടുണ്ടാകും. അതിനുശേഷം എന്താണോ ഗവൺമെൻറ്റിൻ്റെ നയം എന്നറിഞ്ഞിട്ടാണ് ഇനി സമര പരിപാടികൾ അവസാനിപ്പിക്കുകയുള്ളൂ. ഇന്നലെ അറസ്റ്റിലായ 2 പേർക്കും MLA-യ്ക്കും മുഹമ്മദ് ഷിയാസിനും ജാമ്യം കിട്ടി. പോലീസിൻ്റെ നടപടികൾ തെറ്റായിരുന്നു എന്നാണോ അത് തെളിയിക്കുന്നത്? അല്ല, ഇവിടുന്ന് അവർ വളരെ ഏതാണ്ട് കൊള്ളക്കാരെ ഓടിച്ചിട്ട് പിടിക്കുന്നവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് എല്ലാ വകുപ്പും കയറ്റി അപ്പം തന്നെ റിമാൻഡ് ചെയ്യാൻ വ്യഗ്രതയോടുകൂടി കൊണ്ടുപോയി. അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോയി, പെട്ടെന്ന് കൊണ്ടുപോയി ജഡ്ജിനെ വിളിച്ചെണിപ്പിച്ച് ഒക്കെ ചെയ്തപ്പോൾ അതിനേക്കാൾ സ്പീഡിൽ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു. അപ്പോൾ കോടതിക്ക് തന്നെ മനസ്സിലായി ഇത് തട്ടിപ്പാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്ക് പോലും ബോധ്യമുണ്ട്. അതുകൊണ്ട് നിയമത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അവർ എടുക്കുന്ന ഈ കേസ് എടുത്താൽ ഞങ്ങൾ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകും. സർക്കാരിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റും. ജനങ്ങൾ അറിയട്ടെ ഗവൺമെൻറ് എന്താ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ നടത്തുന്ന നിയമവിരുദ്ധ സമരമാണെന്നാണ് ജലവിഭവ വകുപ്പ് മന്ത്രിയും നിയമമന്ത്രിയും ഒക്കെ പറയുന്നത്. അവർക്ക് യാതൊരു നിയമബോധവും ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരമാണ്. എത്രയോ ആളുകളാണ് വനവാസ മേഖലയിൽ ഈ ആനകളുടെ, കാട്ടാനകളുടെ, പുലിയുടെ, മയിലിൻ്റെ ഒക്കെ അക്രമത്തിന് വിധേയരായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നൊരു സമരമാണ്. കേരളം മൊത്തം വനമൊന്നുമല്ലല്ലോ, വനം സംരക്ഷിക്കണം. പക്ഷേ വനത്തിന് പുറത്തുള്ള സ്വകാര്യ ഭൂമിയും അവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കണം. അതിന് നിവൃത്തിയില്ലെങ്കിൽ ആ ഗവൺമെൻറ് കാര്യം പറയട്ടെ. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന
സമാധാനപരമായി നിയമപരമായി സമരമാണിത്. ഇത്തരത്തിൽ സമരം തുടരാൻ തന്നെയാണ് എന്തായിരുന്നാലും കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. കാരണം ഒരു ജനകീയ വിഷയം എന്നുള്ള നിലയ്ക്ക് സമരത്തിൽ നിന്ന് പിന്നോട്ട് തീർച്ചയായും പോകാനാവില്ല. പ്രദീപ്, കാരണം ജനകീയ വിഷയമാണ്, സമരം തുടരുക തന്നെ വേണം. ഈ ഒരു കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം അത് ഉണ്ടായേ മതിയാവുകയുള്ളൂ. കോൺഗ്രസ് എന്താണെങ്കിലും സമരം കടുപ്പിക്കുക തന്നെയാണ്.